ഉപ്പുതറ ടൗൺ വികസനം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാക്കളും നടത്തിയ പ്രഖ്യാപനങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ടും നടപ്പിലായില്ല. വളകോട് പരപ്പ റോഡ് വികസന സമയത്തുണ്ടായ പ്രതിഷേധം തണുപ്പിക്കാനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റും CPM ഏരിയ സെക്രട്ടറിയും വാഗ്ദാനം നടത്തിയത് എന്നാണ് ഉയരുന്ന ആരോപണം. 3 വർഷം മുമ്പ് വളകോട് പരപ്പ് റോഡ് നവീകരണം നടത്തിയപ്പോൾ ടൗൺ വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധത്തിനൊടുവിൽ ആലുവയിൽ നിന്ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എത്തി വീതി കൂട്ടി ടൗൺ വികസിപ്പിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് പ്രതിഷേധം തണുപ്പിച്ചത്. അന്ന് CPM ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ടൗണിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ 8 മീറ്റർ വീതിയിൽ റോഡ് ടാർ ചെയ്ത് 2 വശത്തും 2 മീറ്റർ വീതം നടപ്പാതയോടുകൂടി 12 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള DPR തയ്യാറാക്കി അതിനാവശ്യമായ പൈസയും ഗവൺമെൻറ് അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ടെൻഡർ നടപടിയിലേക്ക് പോവുകയും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ടൗൺ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് നാൾ ഡിലേ വെച്ചിരുന്നു. എന്നാൽ നമ്മൾ അഡീഷണൽ DPR തയ്യാറാക്കി 2 കോടി രൂപയുടെ ആക്ഷൻ പേപ്പർ തയ്യാറാക്കി നമ്മുടെ ബഹുമാനമുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവർക്ക് സമർപ്പിക്കുകയും അത് അടിയന്തരമായി തന്നെ ചീഫ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകി അതിൻ്റെ പദ്ധതികൾ നടന്നു വരികയാണ്. കഴിഞ്ഞ ആഴ്ച ഞാനത് ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ പോയി അതിൻ്റെ പേപ്പറുകൾ എടുത്ത് അടിയന്തരമായിട്ട് ചെയ്യാനുള്ള കാര്യം ചെയ്തു. അപ്പോൾ നമുക്ക് വലിയ താമസമില്ലാതെ തന്നെ അത് നൽകി കിട്ടുന്നതാണ്. അതുകൊണ്ട് മാധ്യമങ്ങളിൽ പല ഇടത്തായിട്ട് പറയുന്നുണ്ട് ഉപ്പുതറ ടൗൺ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് അത് വെറുതെയാണ്, ഒരു നാടകം കളിച്ചെന്നൊക്കെ പറയുന്ന ഇതാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശരിയായ നടപടിയല്ല. ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്നും ഗതാഗത കുരുക്കിൽ വലയുകയാണ് ഉപ്പുതറ എന്ന കുടിയേറ്റ ഗ്രാമം. ഉപ്പുതറ ടൗൺ വികസനം കൊള്ളയായ വാഗ്ദാനം നൽകി PWD അധികൃതർ ഉപ്പുതറ നിവാസികളെ കളിപ്പിച്ചിരിക്കുകയാണ്. ഉണ്ടാക്കാത്തതിൻ്റെ പേരിൽ ജനങ്ങൾ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയപ്പോൾ ആലുവയിൽ നിന്നും PWD സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വന്ന ഉപ്പുതറ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി 6 മാസത്തിനുള്ളിൽ ആവശ്യമായ ഈ ടൗൺ വികസനത്തിന് ആവശ്യമായ തുക നൽകി ടൗൺ വികസിപ്പിക്കാൻ ഉറപ്പ് നൽകി. അടിയന്തരമായിട്ട് എസ്റ്റിമേറ്റ് എടുക്കുവാൻ വേണ്ടി പിരിമേട് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരു നടപടിയും PWD ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ടൗണിലെ ഓട പോലും അപകടാവസ്ഥയിലാണ്. നേതാക്കളും ഉദ്യോഗസ്ഥരും ജനങ്ങളെ പറ്റിക്കുന്ന വാഗ്ദാനം മാത്രമാണ് നൽകുന്നത്. നാടിന്റെ വികസനം എന്നാൽ വാഗ്ദാനമല്ലെന്ന് ജനങ്ങൾക്കറിയാം. നേതാക്കളും ജനപ്രതിനിധികളും ഇത് മനസ്സിലാക്കി ഉപ്പുതറയുടെ ടൗൺ വികസനം യാഥാർത്ഥ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.